തെക്കൻ കേരളത്തിൽ തോൽപ്പാവക്കൂത്ത് നടക്കുന്നത് അപൂർവമായ ഒരു കാഴ്ചയാണ്. മീശമാധവൻ എന്ന സിനിമയിലെ ഈ ഒരു സീൻ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സിനിമയിൽ ആ രംഗം അവതരിപ്പിച്ച അതേ കലാകാരന്മാർ തന്നെ നടത്തിയ പ്രോഗ്രാമിലെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ. വെളിച്ചത്തിന്റെയും നിഴലിന്റെയും കൃത്യമായ ഉപയോഗത്തിലൂടെ തീർക്കുന്ന ഒരു വിസ്മയമാണ് തോൽപ്പാവക്കൂത്ത് അല്ലെങ്കിൽ നിഴൽക്കൂത്ത് എന്ന് പറയുന്നത്. ഭദ്രകാളി ക്ഷേത്രങ്ങൾക്ക് അഭിമുഖമായി പ്രത്യേകം നിർമ്മിച്ച കൂത്തുമാടങ്ങളിലായിരുന്നു പണ്ടിത് നടത്തി വന്നിരുന്നത്. തോൽപ്പാവക്കൂത്തിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ മൃഗത്തോൽ കൊണ്ടുണ്ടാക്കിയ പാവകളും വെളിച്ചം പുറത്തേക്ക് കടക്കാൻ പാകത്തിന് വെളുത്ത നിറത്തിലുള്ള ഒരു ഭാഗവും അതിനു ചുറ്റുമായി വെളിച്ചം കടക്കാത്ത കറുത്ത നിറത്തിലുള്ള ഒരു ഭാഗവും ചേർന്ന ഒരു സ്ക്രീനും. ഈ സ്ക്രീനിനെ ആയൽപ്പുടവ അല്ലെങ്കിൽ ആടൽപ്പുടവ എന്നാണ് പറയുന്നത്. സ്ക്രീനിന് പിന്നിലായി നിരകളായി അടുക്കിയ വിളക്കുകളും അതിനു പിന്നിലായി കലാകാരന്മാരും. വിളക്കിനും സ്ക്രീനിനും ഇടയിലായി കലാകാരന്മാരുടെ നിഴൽ പതയാത്ത വിധമാണ് പാവകളെ വയ്ക്കുന്നത്. വിളക്കിന് പിന്നിലായി നിൽക്കുന്ന കലാകാരന്മാർ കൈകൾ ഉപയോഗിച്ച് കഥയ്ക്കും പശ്ചാത്തലത്തിനും അനുസരിച്ച് പാവകളെ ചലിപ്പിക്കുന്നു. ഇതിനോടൊപ്പം സംഭാഷണ രൂപത്തിലുള്ള തമിഴ് ശ്ലോകങ്ങളും വാദ്യങ്ങളും. ഇങ്ങനെയാണ് തോൽപ്പാവക്കൂത്ത് അവതരിപ്പിക്കുന്നത്. രാമായണത്തിലെ കഥാപാത്രങ്ങളുടെയും ഉപകരണങ്ങളുടെയും രൂപങ്ങൾ മൃഗത്തോലിൽ ചെത്തിയെടുത്ത് ചായങ്ങൾ പുരട്ടി മുളന്തണ്ടിൽ ഘടിപ്പിച്ചാണ് തോൽപ്പാവകൾ ഉണ്ടാക്കുന്നത്. രാമായണ കഥയിലെ അല്ലെങ്കിൽ കമ്പരാമായണത്തിലെ 6 കാണ്ഡങ്ങളെ അടിസ്ഥാനമാക്കി ചിട്ടപ്പെടുത്തിയ 2000-ൽ പരം തമിഴ് ശ്ലോകങ്ങളാണ് കൂത്തിൽ പാടുന്നത്. പഴയ കാലഘട്ടത്തിലെ ഒരു സിനിമ തന്നെയായിരുന്നു തോൽപ്പാവക്കൂത്ത്. അതുകൊണ്ട് തന്നെയാവണം IFFKയുടെ ലോഗോ തോൽപ്പാവക്കൂത്ത് ആയത്. ചിത്രകലയും ശില്പകലയും സംഗീതവും സാഹിത്യവും എല്ലാം ഒത്തിണങ്ങിയ ഈ കലാരൂപം പുലവർ സമുദായത്തിൽപ്പെട്ട കലാകാരന്മാരാണ് അവതരിപ്പിക്കുന്നത്. വള്ളുവനാട് ഭാഗങ്ങളിലെ ദേവീക്ഷേത്രങ്ങളിൽ മാത്രം അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ഈ കലാരൂപം അതിന് പുറത്തുള്ള വേദികളിലും ഇപ്പോൾ അവതരിപ്പിക്കുന്നുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ കൊടുമൺ കോടിയാട്ടുകാവ് ഭദ്രകാളി ക്ഷേത്രത്തിലെ ഉത്സവത്തിനായിരുന്നു തോൽപ്പാവക്കൂത്ത് ഉണ്ടായിരുന്നത്. പാലക്കാട് ഷൊർണൂർ നിന്നുള്ള കലാകാരന്മാരായിരുന്നു ഇത് അവതരിപ്പിച്ചത്.